ധർമ്മം കാത്തുരക്ഷിക്കാൻ ഭൂമിയിൽ അവതരിച്ച മഹാവിഷ്ണുവിന്റെ 6ാമത്തെ അവതാരം ഭഗവാൻ പരശുരാമൻ. സപ്തർഷികളിൽ ഒരാളായ ജമദഗ്നിയുടെയും രേണുകയുടെയും മകൻ, ചിരഞ്ജീവികളിൽ ഒരാൾ. തന്റെ പിതാവിനെ വധിച്ചത് ക്ഷത്രിയ രാജാവായതിനാൽ ക്ഷത്രിയ വിരോധിയായി. അദ്ദേഹം അനേകം ക്ഷത്രിയരെ സംഹരിച്ചു. പാപപരിഹാരത്തിനായി താൻ പിടിച്ചടക്കിയ ഭൂമി മുഴുവൻ ദാനം ചെയ്തു. ഇതോടെ തനിക്ക് തപസ്സനുഷ്ഠിക്കാൻ ഒരു ഭൂമി പോലുമില്ലാതായി. സങ്കടത്തിലായ പരശുരാമൻ വരുണദേവനെ പ്രീതിപ്പെടുത്താൻ ഉഗ്ര തപസ്സനുഷ്ഠിച്ചു. വരുണദേവൻ പ്രത്യക്ഷനായി. ദിവ്യ പരശു, അറബിക്കടലിലേക്ക് അസ്ത്രമായി അർപ്പിക്കുവിൻ. തിരകൾ പിൻവാങ്ങുമ്പോൾ പുതുഭൂമി ജനിക്കും. മഴയും മണ്ണും പുഴകളും കായലുകളും കിന്നരിക്കും നാട്, സഹ്യന്റെ മടിത്തട്ടിലെ സ്വർഗഭൂമി. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്. മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത്. പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം